മിഡിൽ ഈസ്റ്റ് തീപിടിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ലോകരാഷ്ട്രീയത്തെ വീണ്ടും ചൂടേറിയ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇറാൻ ആക്രമിച്ച ചില ലക്ഷ്യങ്ങൾ അമേരിക്കൻ വ്യോമത്താവളങ്ങളാണ്. അവ സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഇപ്പോൾ ഒരു വലിയ ചോദ്യം ഉയരുന്നു. എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു US സൈനിക ക്യാമ്പ് പോലുമില്ല? 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ലോകം അന്ന് 2 ശക്തി ബ്ലോക്കുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ കൂട്ടായ്മ, മറ്റേത് സോവിയറ്റ് യൂണിയൻ. ഇന്ത്യ ഈ 2 ശക്തികളിൽ ഒന്നിനും ചേർന്നില്ല. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച ആ നോൺ അലൈൻമെൻറ്റ് നയമാണ് അതിൻ്റെ പ്രധാന കാരണം. ഇന്ത്യ ആരുടെയും സൈനിക കൂട്ടാളിയല്ല. ഇന്ത്യയുടെ ഭൂമിയിൽ വിദേശ സൈനിക ക്യാമ്പുകൾ അനുവദിക്കില്ല. സ്വതന്ത്ര വിദേശ നയം ഇന്ത്യ തുടരുകയും ചെയ്യും. സ്വതന്ത്രമായ തീരുമാനമെടുക്കുവാനുള്ള കഴിവ്. അമേരിക്കയുമായും ഇന്ത്യക്ക് നല്ല ശക്തമായ ബന്ധമുണ്ട്. പക്ഷേ അതൊരു സൈനിക സഖ്യമല്ല. ഇന്ത്യ റഷ്യയുമായി നല്ല ബന്ധം നിലനിർത്തുന്നു. ഇറാനുമായും ഊർജ്ജ ബന്ധമുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായും സാമ്പത്തിക ബന്ധം ശക്തമാണ്. ഇന്ത്യയിൽ US ക്യാമ്പ് ഉണ്ടെങ്കിൽ ചൈനയ്ക്ക് അത് ഭീഷണിയായി തോന്നാം. റഷ്യയുമായുള്ള ബന്ധം അത് ബാധിച്ചേക്കാം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള സമതുലിത ബന്ധം തകരാം. അതുകൊണ്ടാണ് ഇന്ത്യ ആ കാലത്ത് സൂക്ഷ്മമായി നീങ്ങിയത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക പരിശീലനങ്ങൾ നടക്കാറുണ്ട്. പ്രതിരോധ സാങ്കേതിക കരാറുകളുണ്ട്. ലോജിസ്റ്റിക് പിന്തുണ കരാറുകളുണ്ട്. പക്ഷേ ഇവയൊന്നും സ്ഥിരം സൈനിക താവളം എന്നതിലേക്ക് പോകില്ല. ഇത് പാർട്ട്ണർഷിപ്പ് വിത്തൗട്ട് പെർമനൻ്റ് പ്രസൻസ് എന്ന മാതൃകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ശക്തമായപ്പോൾ ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടത്തി. ആ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഖത്തർ, ബഹ്റൈൻ, UAE, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ്. ഈ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിലേർപ്പെടാൻ തയ്യാറല്ലെങ്കിലും അവിടെയുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യം അവയെ ലക്ഷ്യമാക്കുന്നു. ഇന്ത്യയിൽ US ക്യാമ്പ് ഉണ്ടായിരുന്നെങ്കിലോ ഇന്ത്യയും നേരിട്ട് യുദ്ധഭീഷണിയുടെ ഭാഗമാവുമായിരുന്നു. വിദേശ സംഘർഷത്തിൻ്റെ നേരിട്ടുള്ള ലക്ഷ്യമായി മാറാൻ സാധ്യതയുണ്ടായിരുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ തീരുമാനം ഇത് ഒഴിവാക്കി തന്നു. ഇന്ത്യ ഇന്ന് ലോകത്തിലെ വലിയ ശക്തികളിലൊന്നാണ്. അതിനാൽ ഇന്ത്യയുടെ ചിന്ത, ഞങ്ങൾ ആരുടെയും സംരക്ഷണത്തിലല്ല താമസിക്കുന്നത്. ഞങ്ങൾ സ്വയം പ്രതിരോധശേഷിയുള്ള രാജ്യമാണ്. ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ, ആണവ പ്രതിരോധ ശേഷി, വിപുലീകരണമായ സൈനിക ശേഷി, ഇവ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും US സൈനിക ക്യാമ്പുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇന്ത്യയിലില്ലാത്തത് ഒരു ബലഹീനതയല്ല. അത് ഇന്ത്യയുടെ ശക്തമായ തന്ത്രപരമായ തീരുമാനമാണ്. ചരിത്രം, സ്വാതന്ത്ര്യബോധം, സമതുലിത വിദേശ നയം, പ്രാദേശിക ശക്തികളുടെ തുല്യത, ഇവയെല്ലാം ചേർന്നാണ് ഇന്ത്യ ഈ നിലപാട് തുടരുന്നത്. ഇറാൻ, ഇസ്രായേൽ പോലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഈ തീരുമാനങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.